ഇടുക്കി പുല്ലുപാറയിലെ അപകട വാർത്തയിലേക്കാണ്. KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോയി മടങ്ങി വരികയായിരുന്ന വിനോദയാത്രാ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ അപകടത്തിൽപ്പെട്ടവർ തന്നെയുടെ പ്രതികരണങ്ങൾ വന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ 3 പേർ മരിച്ചു എന്ന വിവരമാണ് നമുക്ക് കിട്ടുന്നത്. ജെയിൻ എസ് രാജുണ്ട്. ജെയിൻ, മരിച്ചവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാണോ? മറ്റാർക്കെങ്കിലും ഗുരുതര പരിക്കുണ്ടോ? ദിവിഷ, മരിച്ചവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇപ്പോൾ 3 മരണം സംഭവിച്ചു എന്നുള്ളത് കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് മരിച്ചത് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം ഇതുവരെ പോലീസിന് ലഭ്യമായിട്ടില്ല. അവർ ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ. അവസാനം പുറത്തേക്ക് എത്തിച്ച ആളുകളാണ്, അവർക്കാണ് ഗൗരവമുള്ള പരിക്കുകൾ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പീരുമേട്ടിലെയും അതോടൊപ്പം തന്നെ മുണ്ടക്കയത്തെയും ആശുപത്രികളിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പലരുടെയും പരിക്ക് എത്രത്തോളം ഗൗരവമുള്ളത് എന്ന് സംബന്ധിച്ച് ചിത്രം പുറത്തു വരുന്നതേ ഉള്ളൂ. കാരണം അവസാനം എടുത്തവരൊക്കെ നല്ല ഗൗരവമുള്ള പരിക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം 6:15 അപകടം സംഭവിച്ചത്. 7 മണിയോട് കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ബസിന്റെ ഇടയിലൊക്കെ കുടുങ്ങി കിടന്നവരും മരത്തിന്റെ ഇടയിൽ പെട്ടുപോയ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ഒക്കെ ഗൗരവമുള്ള പരിക്കുകളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. പോലീസിനും ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. 3 പേർ മരിച്ചു എന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. പക്ഷെ ആരാണ് മരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസും അത് സംബന്ധിച്ച വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിവിഷ്, ജെയിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. 3 പേരുടെ മരണമാണ് പോലീസ് സ്ഥിരീകരിക്കുന്നവരുടെ പേര് വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്ന് കരുതുന്നു. 34 യാത്രക്കാർ വാഹനത്തിൽ ഉണ്ടായിരുന്നു.